ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ നമ്മളിന്ന് ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിലെത്തിയിട്ട് കാണിക്കും. അപ്പം നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞ് ഇപ്പം ബോർഡർ കഴിഞ്ഞിട്ടില്ല, കേരള ബോർഡർ കഴിഞ്ഞില്ല. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. നല്ല മലയെല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. ഇപ്പോൾ നല്ല പ്രകൃതി ഭംഗിയാണ്. നല്ല ഈ ഒരു ടൈം, അതായത് ഏകദേശം ഒരു ഉച്ച 2 മണി സമയമാണിത്. അപ്പോൾ അവിടെ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കലാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്നത് ആദിയോഗി സ്റ്റാച്ചു പോയി. ഇതാണ് അവിടുത്തെ ലൈറ്റിൻ്റെ ഷോ ആണിത്. ഇത് ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ. നമ്മൾ പോയത് ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അങ്ങനെ നമ്മൾ ഊട്ടിയായിരുന്നു മെയിൻ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ റൂമെല്ലാം എടുത്ത് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പം നമ്മളിപ്പം പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പം നമ്മൾ കുറച്ച് നടന്നു. എന്നിട്ട് ഇതിപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഊട്ടി ആശുപത്രിയും കണ്ട് ചെറിയൊരു സുഖമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത ദിവസം ഊട്ടി കറങ്ങാനാണ് നമ്മൾ. ഇത് ഏതൊരു വ്യൂ പോയിന്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് ഒരു വാലി ആയിരുന്നു, പക്ഷെ ഇതിൻ്റെയും പേര് ഞാൻ മറന്നുപോയി. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണിത്. ഭയങ്കര കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ കുറേ വീടുകൾ ഒക്കെ ഉണ്ട്. പിന്നെ വെച്ചാൽ ഇത് നമ്മളൊരു പാക്കേജ് എടുത്തിട്ടാണ്. ഇതുപോലത്തെ വണ്ടികൾ ഊട്ടിയിൽ കോമൺലി കാണാറുണ്ട്, ഇതുപോലത്തെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വണ്ടികൾ. അപ്പോൾ അതുപോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇപ്പോൾ ഇത് ഏതോ ഒരു തേയിലത്തോട്ടത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ പോകുന്നത്. അപ്പോൾ വെച്ചാൽ കുറേ മേലെ കുറേ അതായത് തേയിലയാണ്. അതായത് ഇതൊരു വലിയ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വലിയ വാലി ഓഫ് തേയിലയാണ്. അതായത് വളരെ അവർ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ 2500 ഏക്കറോളം തേയിലയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഇല്ല, ഇവിടെ സ്റ്റോപ്പിംഗ് ഇല്ല കേട്ടോ. ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഞാൻ ക്യാമറ കണ്ട് ഷോ ആക്കി. അപ്പോൾ നമ്മൾ ഏതോ കാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഇതൊരു കാടാണെന്ന് പറഞ്ഞാൽ കാടായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ പോലത്തെ സംഭവമായിരുന്നു. നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഒരു വാട്ടർഫോൾ ആയിരുന്നു എന്ന്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ആ 2500 ഏക്കറോളം തേയിലുള്ള സ്ഥലം. എന്നിട്ട് ഇതാണ് നമ്മളിങ്ങനെ കണ്ടുകൊടുന്നു. അപ്പോൾ കുറച്ച് സമയം അച്ഛനും അമ്മയും വീഡിയോ ഒക്കെ എടുത്തു. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു വാലി അല്ല, ഏകദേശം ഒരു വാലിയാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ അവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് തേയിലേൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം ഞാൻ ഇങ്ങനെ കണ്ടുകൊടുക്കുന്നു. അപ്പോൾ കുറച്ച് വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ ആടുന്ന് പിന്നെ എന്തെല്ലാം റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ ആടുന്ന് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ നമ്മളെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ എപ്പോഴും ചില സമയത്ത് ഇവിടെ ആനിമൽസിനൊക്കെ കാണാറുണ്ട് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡ് കഴിഞ്ഞു.